തീർച്ച ഒരു 12 മണിക്കുള്ള വീഡിയോ ആണ്. ആദ്യം തന്നെ പറയട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് ചോദിച്ചാൽ കുടയും മുത്തുക്കുടയല്ല, സാധാ കുടയും ചൂടി നമ്മൾ ഗംഗക്കുട്ടിക്ക് 11:30 എക്സാം കഴിയും. 12:30 ആകുമ്പോഴേക്കും ആൾ ബസ് സ്റ്റോപ്പിൽ വരും. അപ്പോൾ പിക്ക് ചെയ്യുന്ന അതിനുവേണ്ടി പോവുകയാണ്. റോഡ് സൈഡിൽ നിൽക്കുന്ന വെള്ള കടലാസ് പൂ നല്ല രസമുണ്ടല്ലേ. കടലാസ് പൂന്ന് തന്നെയാണോ നിങ്ങളോട് പറയണം? നമ്മൾ കടലാസ് പൂന്നാണേ പറയുന്നത്. ദേ നിറയെ പുളിയൊക്കെ കാച്ച് തളർത്ത് നിൽക്കുന്നു. നടന്നു പോകുന്നുവെങ്കിലും എൻ്റെ കണ്ണ് റോഡിലൊന്നുമല്ല, മാനത്തും മരത്തിലൊക്കെയാണ്. ഉച്ചയ്ക്ക് നട്ടിച്ച സമയത്തും പുളിയുടെ മൂട്ടിലൊക്കെ പോയ പ്രേതം വരുമെന്നൊക്കെ ഞാൻ ആലോചിച്ച് ഒരു പുളി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് നുണഞ്ഞുകൊണ്ട് ഞാൻ നടക്കുകയാണ്. അതെ ചെമ്പകം പൂത്തിരിക്കുന്നുണ്ടോ, നല്ല നിറയെ ചെമ്പകം അങ്ങനെ പൂത്ത് തളുത്ത് നിൽക്കുകയാണ്. വീണ്ടും അങ്ങനെ നടന്ന് മുന്നോട്ട് പോയപ്പോൾ വീണ്ടും കണ്ണ് ചെന്ന് കോർത്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ അടുത്ത വീട്ടിലെ മാവിൻ്റെ കൊമ്പിൽ. അത് നിറയെ മാങ്ങ ഇങ്ങനെ കാച്ച് തളച്ച് കിടക്കുന്നു. നമ്മളെ വീട്ടിൽ മാവില്ല, അതുകൊണ്ട് അങ്ങോട്ടൊക്കെ പോയി കണ്ണ്. പിന്നെ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് വന്നു. അവിടെ അങ്ങോട്ട് ഇരിപ്പായി. നല്ല ചൂടുണ്ടായിരുന്നു. വെളുത്ത് വേർത്ത് ഭണ്ഡാര അടങ്ങിയെന്ന് തന്നെ പറയാം. വേർത്ത് കുളച്ച് ഒരു പരുവായി. ഇത് നമ്മൾ ബസ് സ്റ്റോപ്പിലെ വെയിറ്റിംഗ് ഷെഡാണ്. അതുള്ളതുകൊണ്ട് ഇച്ചിരി ആശ്വാസം ഉണ്ടായിരുന്നു. വെയിലൊന്നും കൊള്ളാതെ നമ്മളങ്ങനെ ഇരുന്നു. ബാക്കിൽ കണ്ടോ കാടും പെടലും പാമ്പും എല്ലാം കയറി വന്ന് എൻ്റെ കാര്യത്തിൽ തീരുമാനം. അങ്ങനെ നമ്മൾ കുറേ സമയം പോസ്റ്റ് അടിച്ചിരുന്നു. 12 മണിക്ക് നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. ബസ് എത്തിയപ്പോഴേക്ക് ഏകദേശം ഒരു 12:30 അത്രയും സമയം നമ്മൾ പോസ്റ്റ് അടിച്ച് റോഡിൽ വായി നോക്കി ഇരിക്കേണ്ടി വന്നു. പറയാതിരിക്കാൻ വയ്യ. പട്ടാപകലാണെങ്കിൽ പോലും ചില കണ്ണുകൾ നമ്മുടെ ചൂന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് വല്ലാത്ത അരാജകത്വമാണ്. സഹിക്കാൻ വയ്യ. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഗംഗക്കുട്ടി വന്നു. ഗംഗക്കുട്ടി ഇതേ തുള്ളിച്ചാടിയൊക്കെ പോകുന്നുണ്ട്. ഷൂ വേനിക്കുന്നു, ഷൂ ടൈറ്റായി എന്ന് പറഞ്ഞ് കൊച്ച് കരയുകയാണ്. കൊച്ച് മാറി ഷൂ ഇട്ടുകൊണ്ട് പോയി. ടൈറ്റുള്ള ഷൂ ഒക്കെ ഇട്ട് പോയി. പണി കിട്ടി. പിന്നെ കൊച്ചിന് എക്സാം അടിപൊളിയായിരുന്നു എന്ന് പറയുകയാണ്. നല്ല എളുപ്പമായിരുന്നെന്ന്. പിന്നെ അതിൻ്റെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അർമാദിച്ച് കൊച്ച് നടക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമ്മൾ കയറി വന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ